Hello students, now we will see the body-centered cubic crystal sector. We have so far we were discussing about the different type of crystal structures exhibited by metals. Now we have already seen the face-centered cubic structure. Now we will see the body-centered cubic structure. Okay. So body-centered cubic structure it will be a cube. Simple cubic structure you have a cube. And in the corner, each corner will have one atom, and there will be an atom fully in the center. That means fully means that center atom, that is the body centered atom, is not shared by any other unit cell. ഈ യൂണിറ്റ് സെല്ലിന് മൊത്തമായിട്ട് സെൻറ്ററിൽ ഇരിക്കുന്നൊരു ആറ്റം ഉണ്ടാവും. ആ ആറ്റം വേറൊരു യൂണിറ്റ് സെല്ലായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ. സോ ഓരോ കോർണറിൽ ആറ്റം പിന്നെ ഓരോ കോർണർ ആറ്റം യൂണിറ്റ് സെല്ലിലെ കോർണർ ആറ്റം വേറെ 8 യൂണിറ്റ് സെൽസ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലിലെ ആറ്റമിക് അറേഞ്ച്മെൻറ്റ്. ഇനി നമ്മളിതിൽ ഒരു പാരാമീറ്റേഴ്സ് നോക്കുകയാണ്. സെൻറ്റർ ആൻഡ് കോർണർ ആറ്റംസ് ടച്ച് വൺ അനദർ അലോങ് ദി ക്യൂബ് ഡയഗണൽ. ക്യൂബ് ഡയഗണൽ നോക്കുക. ക്യൂബ് ഡയഗണലിലൂടെ സെൻറ്റർ ആറ്റം കോർണർ ആറ്റം ടച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്യൂബ് ഡയഗണൽ. ഓക്കെ. ക്യൂബ് ഡയഗണൽ എന്ന് പറയുന്നത് it will be for a cube, it will be if the side length is a, the cube diagonal will be root 3a ആയിരിക്കും. അപ്പോൾ root 3a എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ root 3a is equal to ഈ ഡിസ്റ്റൻസ് r ആണ്. ഈ ആറ്റത്തിന് മൊത്തമായിട്ട് 2r ആയിരിക്കും. ഒരു ഫുൾ ആറ്റമാണ്. ഇവിടെ r ആണ്. അപ്പോൾ 4r is equal to root 3a എന്നുള്ള ഒരു റിലേഷൻ നമുക്ക് കിട്ടും. 4r is equal to root 3a. അതിൽ നിന്ന് നമുക്ക് a ഇതിൻ്റെ ലാറ്റിസ് സെൽ പാരാമീറ്റർ a is equal to 4r by root 3 എന്ന് കിട്ടും. യൂണിറ്റ് സെൽ പാരാമീറ്റർ is a is the length of the unit cell is 4r by root 3. ഓക്കെ. ഈ ഒരു റിലേഷൻ this is for the body centered cubic. ഇനി ഇത് എത്ര ആറ്റംസ് ഈ ഒരു യൂണിറ്റ് സെല്ലിലുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആറ്റം കംപ്ലീറ്റ് ആയിട്ട് യൂണിറ്റ് സെല്ലിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഷെയർഡ് ബൈ എനി അതർ യൂണിറ്റ് സെൽ. സോ 1 atom plus 8 corner atoms ഉണ്ട്. These 8 corner atoms are shared by 8 other unit cells ആണ്. അതായത് ഒരു കോർണറിലെ കോൺട്രിബ്യൂഷൻ എന്നത് 1/8 ആയിരിക്കും. സോ 1/8 into 8 കോർണേഴ്സ് ഉള്ളതുണ്ട്. So 1/8 into 8 ഉണ്ടാകും plus 1. That means 1 plus 1, that is 2 atoms. 2 atoms are associated with each BCC unit cell. Okay. അപ്പോൾ ഒരു BCC യൂണിറ്റ് സെല്ലിൽ 2 ആറ്റംസ് ആണ്. FCC നമ്മൾ കണ്ടുവരികയാണ് 4 ആയിരുന്നു. ഇവിടെ 2 ആറ്റംസ് ആണ്. Okay. Next we will see the coordination number for BCC crystal structure. Coordination number is nothing but the number of nearest neighbors. അപ്പോൾ നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ് എത്രയാണെന്ന് നോക്കാം. ഇതിൽ 8 ആണ്. ഇത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഈ സെൻറ്റർ ആറ്റം എടുക്കാം. ഈ സെൻറ്റർ ആറ്റത്തിന് നിയറസ്റ്റ് ആയിട്ട് എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. ഈ സെൻറ്റർ ആറ്റം വേറെ ആരായിട്ട് ഷെയർ ചെയ്യുന്ന ഒന്നുമില്ല. അപ്പോൾ ഇതിന് ഏറ്റവും അടുത്ത് എത്ര ആറ്റംസ് ഉണ്ടാകുന്നുണ്ട്. ഇത് ഈ കാണുന്ന ആറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 8 ആറ്റംസ് ഉണ്ട്. 8 കോർണേഴ്സിൽ 8 ആറ്റംസ്. സോ നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓഫ് ദി കോർഡിനേഷൻ നമ്പർ ഫോർ BCC crystal is 8. ഓക്കെ. ഇനി ഇതിൻ്റെ നമുക്ക് ഇതേപോലെ എന്താണ് ആറ്റമിക് പാക്കിംഗ് ഫാക്ടർ കാണാം. ആറ്റമിക് പാക്കിംഗ് ഫാക്ടർ ഇസ് ഡിഫൈൻഡ് ആസ് ദി വോളിയം ഓഫ് ദി ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെൽ. നമ്മളിവിടെ ചെയ്തതുപോലെ തന്നെ വോളിയം ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെൽ ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ് സെൽ വോളിയം. അപ്പോൾ വോളിയം ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഇവിടെ 2 ആറ്റംസ് ആണുള്ളത്. 2 into 4/3 πr ക്യൂബ് എടുക്കുക ഡിവൈഡ് ബൈ a ക്യൂബ്. എയുടെ വാല്യൂ ഇതാണ്. സോ അത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇറ്റ് ഈസ് ഈക്വൽ ടു 0.68. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി FCC ക്രിസ്റ്റൽ. FCC സ്ട്രക്ചർ സ്ട്രക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് 0.74 എന്നായിരുന്നു. ഇവിടെ അതിനെക്കാട്ടും കുറവാണ്. 0.68 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ പാക്കിംഗ് ഇതിന് നമുക്ക് FCC കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പാക്കിംഗ് കുറച്ചുകൂടി കുറവാണെന്നതാണ്.
ഒരു യൂണിറ്റ് സെല്ല് കണ്ടെയ്ൻ ചെയ്യുന്ന നമ്പർ ഓഫ് ആറ്റംസ് കുറവാണ് മെയിൻ ചെയ്യുന്നത്. സെൻട്രി സ്പേസ് ഇൻ യൂണിറ്റ് സെൽ 0.68 ആണ് ഇതിൻ്റെ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഇത്രയാണ് BCC ക്രിസ്റ്റലിനെ പറ്റി പറയാനുള്ളത്. BCC ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങൾ, ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കൽ. പിന്നെ നെക്സ്റ്റ് we will see the hexagonal closed pack crystal structure. The hexagonal closed pack crystal structure it has top and bottom faces of the unit cell consist of 6 atoms that form a regular hexagon and surround a single atom in the center. അപ്പോൾ ഇവിടെ hexagonal closed pack structure there is a top layer and bottom layer. ആ ടോപ്പ് ലെയറിൽ there will be 6 atoms. ഹെക്സഗണിലെ കോർണേഴ്സ് ആയിട്ടുള്ള പോയിന്റ്സിൽ 6 atoms ഉണ്ടാവും. അതേപോലെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ടാവും. അപ്പോൾ ഈ 6 atoms കോർണേഴ്സിലുണ്ടാവും, സെൻറ്ററിൽ ഒരു ആറ്റംസ് ഉണ്ടാവും. അത് മേലെയും താഴെയും ടോപ്പ് ലെയറിലും ബോട്ടം ലെയറിലും ഇങ്ങനെ 6 atoms in the corners and 1 in the center. ടോപ്പ് ലെയറിലും 6 atoms in the corners and 1 in the center. അത് കൂടാതെ മിഡിൽ ലെയർ. മിഡിൽ ലെയറിൽ എങ്ങനെയാണ് ഉണ്ടാവുക? 3 atoms which is completely inside this. ഈ 3 atoms മുഴുവനായിട്ടും ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ഉള്ളിലായിരിക്കും. അത് മുഴുവനായിട്ട് ഇതിനുള്ളിലായിരിക്കും. ഇത് ആരോടും ഷെയർ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇതിനുള്ളിലായിരിക്കും. ഇവിടെയുള്ള കോർണർ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ കോർണർ ഐറ്റംസ് ദിസ് വൺ ഈസ് ഷെയർഡ് വിത്ത് ദ അതർ യൂണിറ്റ് സെൽ. അപ്പോൾ ഈ ഓരോ കോർണർ ഐറ്റം വേറെ ഓരോ കോർണറായിട്ട് വേറെ ഓരോ യൂണിറ്റ് സെല്ലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/6 മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ 8 കോർണർ ഐറ്റംസിൽ 1/8 അല്ലേ ഉണ്ടാവുന്നുള്ളൂ. അതേപോലെ ഇവിടുത്തത് 1/6 ആയിരിക്കും. ഇത് വേറെ 6 ആറ്റംസ് ആയിട്ട് വേറെ 6 യൂണിറ്റ് സെൽസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇവിടെ ഈ ഫേസ് സെൻറ്ററിലുള്ളത് ഇവിടെ മേലുള്ള ഒരു യൂണിറ്റ് സെൽ ഉണ്ടാവും, അതായിട്ട് ഷെയർ ചെയ്യും. സോ ഫേസ് സെൻറ്ററിലുള്ളത് വേറൊരു യൂണിറ്റ് സെല്ലായിട്ടും കൂടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പം പക്ഷേ ഈ മിഡിൽ ലെയറിലുള്ളത് ആരായിട്ടും ഷെയർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഫുള്ളി ഇൻസൈഡ് ദ യൂണിറ്റ് സെൽ. അത് ആരായിട്ടും ഷെയർ ചെയ്യാത്ത ആറ്റംസാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു HCP ക്രിസ്റ്റൽ സ്ട്രക്ചറിലെ ആറ്റോമിക് അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്. ഓക്കെ, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ്, ഈ ഒരു ടോപ്പ് ലെയറും ബോട്ടം ലെയറും ഒരു ഹെക്സഗണിൻ്റെ ഷേപ്പിലാണ്. ഹെക്സഗൺ എന്ന് പറഞ്ഞത് 6 സൈഡ്സുള്ള ഒരു പോളിഗണാണ്. അതിൻ്റെ ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ഫേസസ്, 2 ഫേസസ് ഹെക്സഗണിൻ്റെ ഷേപ്പിലാണ്. ഓക്കെ, ഇനി ഇവിടെ ഇനി നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ് നോക്കാം. അപ്പോൾ ഇക്വലൻറ്റ് 6 atoms ഈസ് കണ്ടെയ്ൻ ഇൻ ഈച്ച് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൽ 6 atoms ആണുള്ളതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഓരോ കോർണർ ആറ്റംസും നമ്മൾ പറഞ്ഞു 1/6 ആണ് ഇതിൻ്റെ ഈ യൂണിറ്റ് സെല്ലിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. അതായത് ഓരോ കോർണർ ഈ ടോപ്പ് ലെയറിലെ ഓരോ കോർണർ ഐറ്റംസും വേറെ 6 യൂണിറ്റ് സെൽസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ 6 × 1/6 ആയിരിക്കും ഇവിടെ ഉള്ള 6 × 1/6. അതുപോലെ ഇവിടെയും 6 × 1/6. 6 × 1/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 + 1 വരും. ടോപ്പ് ലെയറും ബോട്ടം ലെയറും 1 + 1. ഇനി ഇതേപോലെ ഇവിടെ ഇത് ഹാഫാണ്. ഇതൊരു ഒന്നായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ അതുപോലെ ഒന്നായിട്ടുണ്ട്. 1/2 × 1 + 1/2 × 1. അതെന്തായിരിക്കും? 1/2 + 1/2 1 വരും. അപ്പോൾ 6 × 1/6 + 6 × 1/6 അത് 1 + 1. പിന്നെ ഇതിന് രണ്ടും കൂടെ 1. അപ്പോൾ ഇത് എത്രയാണ്? 3 വന്നു അല്ലേ? ഇതിൻ്റെ 6 എണ്ണത്തിൻ്റെ 6-1 അത് 1. ഇവിടെ അതുപോലെ 6 എണ്ണത്തിൻ്റെ 6-1 1. അപ്പോൾ 1 + 1 2. ഇതിൻ്റെ പകുതി അപ്പം 1/2 + 1/2 1. അപ്പോൾ ആകെ 3. പിന്നെ ഈ 3 എണ്ണം മൊത്തമായിട്ട് ഇതിനുള്ളിലുള്ള. അപ്പോൾ എത്രയായി? 3 + 3 6. ദാറ്റ് ഈസ് ദ യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് 6 atoms. ഒരു യൂണിറ്റ് സെല്ലിൽ മൊത്തമായിട്ടുള്ളത് 6 atoms ആണ്. അപ്പോൾ അത് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് C/A റേഷ്യോ എന്നുള്ളതാണ്. A എന്ന് പറയുന്നത് ഈ ഒരു ഹെക്സഗണിൻ്റെ സൈഡിൻ്റെ ലെങ്ത് ആണ്. ഈ ഹെക്സഗണിലെ എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ആണ്. അതായിരിക്കും A എന്ന് പറയുന്നത്. C
സി എന്ന് പറയുന്ന ഈ രണ്ട് ഹെക്സഗൺസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ ഹെക്സഗൺ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് ആണ് സി, സിയും ഈ സൈഡ് ലെങ്ത് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അത് സി ബൈ എ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സി ബൈ എ റേഷ്യോ ഈസ് ഫൗണ്ട് ടു ബി 1.633. ഓക്കെ, 1.633 ആണ് ഈ ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചറിൻ്റെ സി ബൈ എ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോർഡിനേഷൻ നമ്പർ നോക്കാം. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബർ ആറ്റംസ് ആണ്. അപ്പോൾ ഇതിൽ 12 നമ്മൾ ഇത് എങ്ങനെയാണ് 12 വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇതാണ് ടോപ്പ് ലെയർ, ഇതിൻ്റെ മിഡിൽ ലെയർ 3 എണ്ണം, ഇത് ബോട്ടം ലെയർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ആറ്റംസിനെ നോക്കിക്കഴിഞ്ഞാൽ എത്ര നിയറസ്റ്റ് നൈബേഴ്സ് ആണ് ഉണ്ടാവുക? നമ്മൾ ഈ ഒരു ഇവിടെയുള്ള ആറ്റംസിന് നോക്കാം. ഇവിടെ ഈ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ 3 ആറ്റം മേലെ, 3 ആറ്റം താഴെ, താഴത്തെ ലെയറിൽ 3 ആറ്റം, ഇതിന് മേലുള്ള ലെയറിൽ 3, അതായത് മിഡിലിൽ വരുന്ന ആറ്റം, ക്രിസ്റ്റലിനുള്ളിൽ വരുന്ന ആറ്റം. അപ്പം നമ്മൾ എടുക്കുന്നത് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഈ ഒരു ടോപ്പ് ലെവലാണ് എടുക്കുന്നത്. അതിൻ്റെ അപ്പം നമുക്ക് അസ്യൂം ചെയ്യണം മേലത്തെ യൂണിറ്റ് സെൽ ഇവിടെ വരും. അപ്പം 3 ആറ്റം മേലെ വരും, പിന്നെ 3 ആറ്റം താഴെ വരും, പിന്നെ ഇത് ഈ ഒരേ ലെയറിലുള്ള 6 ആറ്റംസ്. അപ്പം 6 + 3 + 3 അതാണ് 12 വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ ഒരു പിക്ചർ നോക്കാം. ഈ ഒരു പിക്ചറിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ലെയർ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെയറിലൊരു ആറ്റത്തിന് എടുത്ത് ഈ സെൻറ്റർ ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഈ സെൻറ്റർ ആറ്റത്തിന് ചുറ്റും 6 എണ്ണം, ഹെക്സഗണിൻ്റെ സെൻറ്ററിലുള്ള ആറ്റമാണിത്, അതിന് ചുറ്റും 6 എണ്ണം. പിന്നെ ഇതാ ഈ ആറ്റംസ് 3 ആറ്റംസ്, മിഡിലായിട്ട് വരുന്ന 3 ആറ്റംസ്, ഇവിടെ 3 ആറ്റംസ്. ഓക്കെ, അപ്പോൾ ഈ 6 എണ്ണം + 3 + 3 അങ്ങനെയാണ് 12 എണ്ണം വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കോർഡിനേഷൻ നമ്പർ ഓഫ് HCP is 12 എന്ന് പറയുന്നത്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇതിലിത് ഈ 6 എണ്ണം. ഓക്കെ, പിന്നെ ഈ 3 എണ്ണം ഇതൊരേ ഡിസ്റ്റൻസ് ആയിരിക്കും, ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഇതേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ഈ 3 എണ്ണം ഇതേപോലെ ഒരു യൂണിറ്റ് സെല്ല് ഇവിടെ മേലെ വരും, അപ്പോൾ അതിലുള്ള 3 എണ്ണം. ഓക്കെ, അതാണ് നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 12. ഇനി അതേപോലെ പാക്കിംഗ് ഫാക്ടർ വിൽ ബി 0.74. നമ്മൾ FCC കിട്ടിയത് തന്നെയായിരിക്കും ഇവിടെ HCPയിലും കിട്ടുക. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ്. അപ്പോൾ അതിൽ നിങ്ങൾ CBA റേഷ്യോ കാണുന്നുണ്ട്, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്, അതിൽ നിന്ന് നോക്കുക. ഇനി HCP ക്രിസ്റ്റൽ സ്ട്രക്ചർ എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റൽസ് ആണ് കാഡ്മിയം, മെഗ്നീഷ്യം, ടൈറ്റാനിയം, സിങ്ക് ഒക്കെ. അപ്പോൾ ഇതിൽ ഈ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക: കാഡ്മിയം, മെഗ്നീഷ്യം, ടൈറ്റാനിയം, സിങ്ക്. ദീസ് മെറ്റൽസ് എക്സിബിറ്റ് ദി HCP സ്ട്രക്ചർ. ഓക്കെ, ഇത് ഇത്രയാണ് ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചറിനെ പറ്റി പറയാനുള്ളത്. ഇതാണ് ഇതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഇങ്ങനെയാണ്. നിയറസ്റ്റ് നമ്പേഴ്സ്, ആറ്റമിക് പാക്കിംഗ് ഫാക്ടർ, C/A റേഷ്യോ, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നെക്സ്റ്റ് വി വിൽ സീ ക്ലോസ് പാക്ഡ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്. എങ്ങനെയാണ് ഈ ക്ലോസ് പാക്കിംഗ്, എന്താണ് ഈ ക്ലോസ് പാക്കിംഗ് എന്നുള്ളത്, എങ്ങനെയാണ് ക്ലോസ് പാക്കിംഗ് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറായിട്ട് മാറുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്ലോസ് പാക്കിംഗ് എന്നുള്ള ഉദ്ദേശിച്ചത് ആറ്റോമിക് അറേഞ്ച്മെൻറ്റിനെ പറ്റിയാണ്. ഒരു ആറ്റത്തിനെ നമുക്ക് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഹൗ ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി എ ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ക്ലോസ് പാക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറ്റോമിക് സ്റ്റാക്കിംഗ്. അപ്പോൾ അറ്റോമിക് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആറ്റംസ് അടുക്കി വയ്ക്കുന്നത്. ബോത്ത് FCC and HCP crystal structure may be generated by stacking of the close packed planes on top of one another. അപ്പോൾ ക്ലോസ് പാക്ഡ് പ്ലെയിൻസ് നമ്മൾ ഒന്നിന് മേലെ ഒന്ന് അടുക്കി വെച്ച് കഴിഞ്ഞാൽ യു വിൽ സീ ദാറ്റ് ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി എ FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓർ HCP ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഈ രണ്ടെണ്ണം തമ്മിൽ ഡിഫറൻസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു സ്ട്രക്ചേഴ്സ് ഈസ് ഓൺലി ഇൻ ദി സ്റ്റാക്കിംഗ് സീക്വൻസ്. സ്റ്റാക്കിംഗ് സീക്വൻസ് ആണ് നമ്മൾ അടുക്കി വെക്കുന്ന രീതിയിലുള്ള ഡിഫറൻസിനെ കൊണ്ട് മാത്രമാണ് ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുന്നത്. ഇത് രണ്ടെണ്ണത്തിനും അതുപോലെ പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 0.74 ആണ്, അതായത് 74% ആണ് ഇതിൻ്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിനി അടുക്കി വെക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ ബേക്കറിയിലൊക്കെ ലഡു ഒക്കെ അടുക്കി വെക്കുന്നില്ലേ, അതേപോലെ തന്നെ ഓർത്തിരിക്കുക, അതേപോലെയാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റും വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് കുറേ ആറ്റംസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പ്ലെയിൻ ഓഫ് ആറ്റംസ് വെക്കുകയാണ്. അറ്റ് ഫസ്റ്റ് പ്ലെയിനിൽ യു ആർ ലേബലിംഗ് ദ ആറ്റംസ് ആസ് എ ആണ് നിങ്ങളുടെ ഫസ്റ്റ് പ്ലെയിൻ ഓഫ് ആറ്റംസ്. So associated with this plane are two sets of equivalent triangular depressions formed by three adjacent atoms, into which next close packed plane of atoms may rest. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി സ്പേസ്. ഇതിങ്ങനെ നമ്മൾ അടുക്കി വെച്ചു. ഫസ്റ്റ് ലെയറിൽ നിങ്ങൾക്ക് ആറ്റംസിനെ ഇതേപോലെ അടുക്കി വെച്ചു. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് വോയിഡ്സ് ഉണ്ട്. ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഈ വോയിഡിൻ്റെ നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്തു, ഇതിനെ സി എന്ന് മാർക്ക് ചെയ്തു. ബി വോയിഡ് നോക്കൂ, ബി വോയിഡിൻ്റെ വേർട്ടെക്സ് എന്ന് പറഞ്ഞത് മേലോട്ടേക്കാണ് അല്ലേ, മേലേക്ക് വേർട്ടെക്സ് ഉള്ളതാണ് ബി വോയിഡ്. സി വോയിഡ് എന്ന് പറഞ്ഞാൽ താഴേക്ക് വേർട്ടെക്സ് വരുന്നത്, അത് താഴേക്കാണ് ഇതിൻ്റെ ഡിപ്രഷൻസ് എന്ന് പറയുന്നത്. ഇതിന് പറഞ്ഞിരിക്കുന്നത് അസോസിയേറ്റഡ് വിത്ത് ദിസ് പ്ലെയിൻ ആർ ടു സെറ്റ്സ് ഓഫ് ഇക്വലന്റ് ട്രയാങ്കുലർ ഡിപ്രഷൻ. ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കുഴി, ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള കുഴി ഉണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. മെയ്ഡ് ബൈ ത്രീ അഡ്ജസെൻ്റ് ആറ്റംസ്. മൂന്ന് ആറ്റംസ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ എംപ്റ്റി സ്പേസ്, വോയിഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് അപ്പർ ട്രയാങ്കുലർ വോയിഡ് എന്നാണ്, ഇത് ലോവർ ട്രയാങ്കുലർ വോയിഡ് എന്നാണ്. ഈ അപ്പർ ട്രയാങ്കുലർ വോയിഡ് എന്ന് പറഞ്ഞാൽ മേലേക്ക് ഈ വേർട്ടെക്സ് വരുന്നതാണ് അപ്പർ ട്രയാങ്കുലർ വോയിഡ്. ഓക്കെ, താഴേക്ക് വരുന്നത് ലോവർ ട്രയാങ്കുലർ വോയിഡ്, സി എന്നായിട്ട് മാർക്ക് ചെയ്യും. The triangle vertex pointing up are designated as B position, and the other one, the one with the vertex down are marked as C. Okay, അപ്പോൾ ഇത് ക്ലിയർ ആണ്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. You are just arranged your atoms, and the atoms are labeled as A, and there comes two different types of voids. The upper triangular void is marked as B, and the other one, the lower triangular void is marked as C. Okay, ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ലെയർ ഓഫ് ആറ്റംസ് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് ലെയർ ഓഫ് ആറ്റംസ് നമ്മൾ വെക്കുന്നത് എങ്ങനെയാണ്? ദ സെക്കൻഡ് ക്ലോസ് പാക്ക് പ്ലെയിൻ മേ ബി പൊസിഷൻ വിത്ത് ദ സെൻറ്റേഴ്സ് ഓഫ് ഇറ്റ്സ് ആറ്റംസ് ഓവർ ഐദർ ബി ഓർ സി സൈറ്റ്സ്. ബി സൈറ്റിന് മേലെ വെക്കാം, അല്ലെങ്കിൽ സി സൈറ്റിന് മേലെ വെക്കാം. ഇത് രണ്ടും ഇക്വലൻ്റ് ആണ്. അതായത് ബി സൈറ്റിന് മേലെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമ്മൾ അടുത്ത ലെയർ ബി സൈറ്റിന് മേലെ വെച്ചു. ഇതെല്ലാം സി സൈറ്റിന് മേലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതേപോലത്തെ അറേഞ്ച്മെൻറ്റ് നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും. അപ്പം ഇതിലേത് വേണമെങ്കിലും വെക്കാം. സപ്പോസ് ദാറ്റ് ബി പൊസിഷൻസ് ആർ ആർബിട്രറി ചൂസൺ, ദ സ്റ്റാക്കിംഗ് സീക്വൻസ് വിൽ സ്റ്റേംഡ് ആസ് എ ബി. എ ബി ആണ് ഈ സ്റ്റാക്കിംഗ് സീക്വൻസ് നമ്മൾ പറയും. എ എന്ന് പറയുന്ന ഫസ്റ്റ് ലെയർ, ബി എന്ന് പറയുന്ന സെക്കൻഡ് ലെയർ. ബി എന്ന് പറയുന്ന സെക്കൻഡ് ലെയർ എങ്ങനെയാണ്? വോയിഡ് ബിൻ്റെ മേലെ നിങ്ങൾ സെക്കൻഡ് ലെയർ ഓഫ് ആറ്റംസ് വെച്ചത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മുടെ വോയിഡ് ബി കവർ ചെയ്ത് പോയി, പക്ഷേ സി വോയിഡ് അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. ഈ തേർഡ് വൺ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, തേർഡ് വൺ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് എവിടെ വയ്ക്കാം? ഈ സി വോയിഡ്സ് കവർ ചെയ്യുന്ന വിധത്തിൽ വയ്ക്കാം. സി എന്നുള്ള വോയിഡ്സ് കവർ ചെയ്യുന്ന വിധത്തിൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ സി വോയിഡ് കവർ ചെയ്യുന്ന വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എയുടെ മേലെ തന്നെ വയ്ക്കാം. ഓക്കെ, എയുടെ മേലെ തന്നെ ഇതിനെ വയ്ക്കാം. എയുടെ മേലെ തന്നെ ഇവിടെ ഈ ബ്ലൂ ആയിട്ടുള്ളത്. ഈ ഇപ്പോഴുള്ള സീക്വൻസ് നമുക്ക് കാണാൻ പറ്റുന്ന വോയിഡ്സ് ഇതൊക്കെയാണ്. ഈ ബ്ലൂ വോയിഡ് അല്ലേ, ബ്ലൂ വോയിഡും ഈ സിയും. ഈ ബ്ലൂ വോയിഡ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ എ തന്നെയാണ്, എ പൊസിഷൻ തന്നെയാണ് ഈ കാണിക്കുന്ന, ഈ ഡൗൺ ആയിട്ട് കാണിക്കുന്ന വോയിഡ്. അപ്പോൾ ഇവിടെ വെക്കുന്ന സമയത്ത് പറഞ്ഞാൽ നേരത്തെ എ വെച്ചതിൻ്റെ മേലെ വെക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ സിയുടെ മേലെ വെക്കാം. ഈ രണ്ട് പൊസിഷനിലേ വെക്കാൻ പാടുള്ളൂ. ഈ ഒന്നുകിൽ ഈ ഒരു എം ടി സ്പേസിന് മേലെ, അല്ലെങ്കിൽ ഈ ഒരു എം ടി സ്പേസിന് മേലെ. ഈ എം ടി സ്പേസിന് മേലെ വെച്ച് കഴിഞ്ഞാൽ അത് എയുടെ മേലെ വെക്കുന്ന പോലെ തന്നെ ഇത് സി എന്ന് പറയുന്നത് നേരത്തെയുള്ള വോയിഡിന് മേലെ വെക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വിധത്തിലുള്ള സ്റ്റാക്കിംഗ് പോസിബിൾ ആണ്. ഒന്ന് സിയുടെ മേലെ വയ്ക്കുക, അല്ലെങ്കിൽ എയുടെ മേലെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഈ രണ്ട് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്തത്, രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ HCP എടുക്കുകയാണെങ്കിൽ HCP ക്രിസ്റ്റലായിട്ട് മാറുന്നത് എങ്ങനെയാണ്? എപ്പോഴാണ്? നമ്മൾ എയുടെ മേലെ വെക്കുകയാണല്ലോ. അതായത് ഫസ്റ്റ് ലെയർ എ, സെക്കൻഡ് ലെയർ ബി, പിന്നെ നമ്മൾ തേർഡ് ലെയർ ഇവിടെ വെക്കുന്നു, ഈ ബ്ലൂ ആയിട്ടുള്ള ബോൾസിന് മേലെ. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം HCP ക്രിസ്റ്റൽ. അപ്പോൾ ഇവിടെ ഈ സ്റ്റാക്കിങ് ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് എ, ഇത് ബി, ഇത് പിന്നെ എയുടെ മേലെ അതേ പൊസിഷനിലാണ്, എയുടെ അതേ ഇക്വലന്റ് പൊസിഷനിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ബി, പിന്നെ എ.
അപ്പോൾ ഇത് നോക്കൂ, ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ തന്നെ കാണാൻ പറ്റും. ഇത് തന്നെ ഇവിടെ നമുക്ക് ഇത് എ ലെയർ, ഇത് ബി ലെയർ, ഇത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ക്രിസ്റ്റലായിരിക്കും. ഇത് അടുത്ത എ ലെയർ, അതാണ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ എ ലെയർ, ഇത് അതിനിടയ്ക്കുള്ള 3 ആറ്റംസ് ഇവിടെ വരും. പിന്നെ ഇത് മേലുള്ള പിന്നെ എക്സഗൺ, ഇവിടെ താഴെയുള്ള എക്സഗൺ, പിന്നെ ഇതിനുള്ളിലുള്ള 3 ആറ്റംസ്, പിന്നെ മേലുള്ള എക്സഗൺ. So the centers of this layer is aligned directly above the original A position. This stacking sequence is AB, AB, AB. ഇതിങ്ങനെ റിപ്പീറ്റ് ആൻഡ് ഈസ് റിപ്പീറ്റഡ് ഓവർ ആൻഡ് ഓവർ ഓഫ് അങ്ങനെയുള്ളതാണ് എന്ത് HCP. ഇനി ഇതല്ല, ഈ എ ബിക്ക് പകരം നമ്മളിവിടെ സി വേർഡ്സിന് മേലെ വെച്ചു. ഇപ്പോൾ AC വെച്ചു, പിന്നെ എ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വരും. AC അറേഞ്ച്മെൻറ്റും ഇതേപോലെ തന്നെയാണ് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ലെയറിൽ എയുടെ മേലെ വെച്ചോ ബിയിലെ മേലെ വെച്ചോ എന്നുള്ളത് മെറ്റീരിയലാണ്. തേർഡ് ലെയർ ഡിറ്റർമിൻസ് ദ സ്ട്രക്ചർ. ഇപ്പോൾ ഇത് AC എന്ന് പറഞ്ഞാലും ഒരേപോലെ, അതായത് തേർഡ് ലെയറിൽ ആദ്യത്തെ ലെയറിൻ്റെ അതേപോലെ എയുടെ പോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേൺ ഔട്ട് ടു ബി എ ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് HCP ക്രിസ്റ്റൽ സ്ട്രക്ചർ കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കാം FCC കിട്ടുന്നത് എപ്പോഴാണ്. FCC കിട്ടുന്നത് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് ലെയറിൽ നിങ്ങൾ ബിയുടെ മേലെ വെച്ചു, എ വെച്ചു, ബി വെച്ചു, പിന്നെ ഇതാ മൂന്നാമത്തെ ലെയർ സിയുടെ മേലെ വയ്ക്കും. ഓക്കെ, സിയുടെ മേലെ വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻ ദിസ് വേ എ ബി സി എന്നുള്ള ഈ ഒരു രൂപത്തിൽ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ യൂണിറ്റ് സെല്ല് നിങ്ങളെ ഫുൾ അറേഞ്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് എ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ. നമ്മളിവിടെ നമ്മൾ വളരെ ഈസി ആയിട്ട് എക്സഗൺ കാണാൻ പറ്റും അല്ലേ. ഇവിടെ താഴെയുള്ള 6 എണ്ണം, ഇവിടെ 3 എണ്ണം, 6 എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ യു ക്യാൻ ഡു ദാറ്റ്. നിങ്ങൾക്ക് FCC കാണാൻ പറ്റും, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിന് ക്രിസ്റ്റലിനെ കാണാൻ പറ്റും. ക്രിസ്റ്റൽ ആ ഒരു യൂണിറ്റ് സെല്ല് നിങ്ങൾക്ക് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് മൂന്നാമത്തെ ലെയർ സി പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എ ഫേസ് സെൻറ്റേർഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് 2 തരം ക്ലോസ് പാക്ക് സ്ട്രക്ചർ. അതായത് സ്റ്റാക്കിംഗ്, ആറ്റോമിക് സ്റ്റാക്കിങ്ങിനനുസരിച്ച് യു വിൽ എൻഡ് അപ്പ് വിത്ത് 2 ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ക്ലോസ് പാക്ക് സ്ട്രക്ചർ. എങ്ങനെയാണ് ക്ലോസ് പാക്കിംഗ് ഉള്ളത്, എന്താണ് HCP ക്ലോസ് പാക്കിങ്ങും അതുപോലെ FCC ക്ലോസ് പാക്കിങ്ങും എന്താണെന്നാണ് നമ്മളിപ്പം പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.